കഥ പറയാം. ഒരു കാട്ടിലെ സിംഹം രാജാവാണെന്നാണ് മൂപ്പരുടെ വിചാരം. ഞാൻ വലിയ ബലവാനാണ്, ശക്തിമാനാണ്, ഞാനാണ് ഈ കാട്ടിലെ രാജാവ്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സിംഹത്തിൻ്റെ മുന്നിലൂടെ കരടി പോയി. കരടി പോയപ്പോൾ സിംഹം ചോദിച്ചു, ആരാണ് ഈ കാട്ടിലെ രാജാവ്? കരടി പറഞ്ഞു, നിങ്ങൾ തന്നെ. ആ ശരി, പോയിക്കോ. അത് കഴിഞ്ഞ് കാട്ടുപോത്ത് വന്നു. കാട്ടുപോത്തിനോടും ചോദിച്ചു, ആരാണ് ഈ കാട്ടിലെ രാജാവ്? നിങ്ങൾ തന്നെ. ശരി, ആ ശരി, പോയിക്കോ. അത് കഴിഞ്ഞ് മാന് വന്നു, മുയൽ വന്നു, കുരങ്ങൻ വന്നു, എല്ലാവരും വന്നു പോയി. എല്ലാവരും ഒരേ ഉത്തരം തന്നെ കൊടുത്തു, നിങ്ങൾ തന്നെ കാട്ടിലെ രാജാവ്, നിങ്ങൾ തന്നെ കാട്ടിലെ രാജാവ്. ഓരോ മറുപടി കേൾക്കുമ്പോഴും സിംഹം കുറച്ചുകൂടി അഹങ്കരിക്കാൻ തുടങ്ങി, ഞാനാണ് ഈ കാട്ടിലെ വലിയ രാജാവെന്ന്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മുടെ ആന വന്നു. ആന വന്നപ്പോൾ സിംഹം ആനയോട് ചോദിച്ചു, ആരാണ് ഈ കാട്ടിലെ രാജാവ്? ആന ഒന്നും മറുപടി കൊടുത്തില്ല. രണ്ടാമതും സിംഹം ചോദിച്ചു, ആരാണ് ഈ കാട്ടിലെ രാജാവ്? ആന ഒന്നും മറുപടി കൊടുത്തില്ല. മൂന്നാമതും സിംഹത്തിന് ദേഷ്യം പിടിച്ചിട്ട് സിംഹം ആനയുടെ മുന്നിൽ പോയി നിന്നിട്ട് ചോദിച്ചു, ആരാണ് ഈ കാട്ടിലെ രാജാവ്? പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ ശരിയാക്കും. അപ്പം ആന എന്ത് ചെയ്തെന്ന് അറിയുമോ? തുമ്പിക്കൈയിൽ സിംഹത്തിനെ കൂട്ടിപ്പിടിച്ചിട്ട് വലിച്ചൊരേറ് കൊടുത്തു. ദൂരെ വീണ സിംഹം വേദന കൊണ്ട് പൊളഞ്ഞു. അവിടുന്ന് മെല്ലനെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞാനൊരു ചോദ്യം മാത്രമല്ലേ ചോദിച്ചുള്ളൂ, ആരാ ഈ കാട്ടിലെ രാജാവ്? ആന പറഞ്ഞു, അതിനുള്ള മറുപടിയാണിപ്പോൾ ഇത് തന്നതെന്ന്. അപ്പോൾ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. അപ്പം കഥ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ റെസിപ്പി മറക്കണ്ട. ഞാനിന്നിവിടെ ഉണ്ടാക്കിയത് ഒരു രസപ്പൊടിയാണ്. നമുക്ക് പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റും. രസത്തിന് മാത്രമല്ല, ഇത് നമുക്ക് സാമ്പാറിലും ഇടാം, നമുക്ക് വല്ല മെഴുക്ക് പുരട്ടിയിടും ഉണ്ടാക്കുമ്പോൾ അതിലും ഇടാം. എന്തെങ്കിലും കറികളിലും ഒരു നല്ലൊരു ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് ഈ പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.